ലഹരിക്കടത്തിന് കുറവില്ലാതെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. കഴിഞ്ഞ ദിവസം പ്ലാറ്റ്ഫോമിൽ നിന്നും 2 തവണകളിലായി 12 കിലോയിലധികം കഞ്ചാവാണ് കണ്ടെത്തിയത്. ദീർഘദൂര ട്രെയിനുകൾ കടന്നു പോകുന്നതിനാൽ കഞ്ചാവ് കടത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. വിഷ്ണു, ഇതിപ്പോൾ ഒരു പതിവ് കാഴ്ചകളാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിത്യേന ലഹരി പിടികൂടുന്നുണ്ട്, കഞ്ചാവ് പിടികൂടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വ്യാപകമായി ലഹരി കടത്തുന്നു. വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. ഈ 12 കിലോ കഞ്ചാവ് 2 തവണകളായിട്ടാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ടോം പറഞ്ഞതുപോലെ കേരളത്തിലേക്ക് ലഹരി ഒഴുക്കിന്റെ പ്രധാന കേന്ദ്രമായിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മാറുകയാണ്. ഇന്നലെയായിരുന്നു എക്സൈസിന്റെ പരിശോധന. പട്ടാമ്പി റേഞ്ച് എക്സൈസ് രാവിലെ 11:30 നടത്തിയ പരിശോധനയിലാണ് 10 കിലോ 70 ഗ്രാം കഞ്ചാവ്, ഉണക്ക കഞ്ചാവ് ബാഗിലാക്കി സൂക്ഷിച്ച നിലയിൽ പ്ലാറ്റ്ഫോമിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന് പുറകെയാണ് ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പാലം സർക്കിൾ എക്സൈസ് റേഞ്ച് നടത്തിയ പരിശോധനയിൽ 2 കിലോ കഞ്ചാവ് കൂടി ലഭിച്ചത്. ഇത് രഹസ്യവിടുത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കിട്ടുന്ന കഞ്ചാവാണ്. ഈ അറിയാതെ കഞ്ചാവ് കടത്ത് സുലഭമായി നടക്കുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് ഷൊർണൂര്. പ്രധാനമായും ഒഡീഷ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനത്ത് നിന്നും ട്രെയിനുകൾ കടന്നു പോകുന്ന പ്രധാന ജംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ നിന്നും വലിയ തോതിലാണ് കഞ്ചാവ് കേരളത്തിലേക്ക് ഒഴുകുന്നത്. അതിന്റെ പ്രധാന കേന്ദ്രമായി ഷൊർണൂർ മാറുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി വലിയ തോതിൽ കഞ്ചാവ് വേട്ട ഇവിടെ നടന്നിട്ടുണ്ട്, എക്സൈസിന്റെ നേതൃത്വത്തിലും പോലീസിന്റെ നേതൃത്വത്തിലും ഒക്കെ. എന്നാൽ ഇത് കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നു കളയുന്ന ഒരു രീതിയാണുള്ളത്. കഞ്ചാവ് ഉപേക്ഷിച്ച് ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് ഇത് ഏജന്റിന് കൈമാറുന്ന ഇന്ന സ്ഥലത്ത് കഞ്ചാവ് വെച്ചിട്ടുണ്ട്, താങ്കൾ അവിടെ നിർത്തോളൂ എന്നുള്ള രീതിയിലുള്ള കച്ചവടമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രതികളിലേക്ക് എത്താനുള്ളൊരു സാഹചര്യത്തിന് വലിയ വെല്ലുവിളിയും നേരിടുന്നുണ്ട്. ടോം, ഇത് ആരാണ് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? അവിടെ CCTV, റെയിൽവേ സ്റ്റേഷനിലെ CCTVകളൊക്കെ പരിശോധിച്ചാൽ കൃത്യമായ വിവരം ലഭിക്കില്ല. എങ്ങനെയാണ് സാധാരണ ഈ ലഹരിക്കടത്തിൻ്റെ രീതി? എങ്ങനെയാണ് ഈ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി എത്തിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇത് ഉപേക്ഷിക്കുന്നു, അതിനുശേഷം മറ്റൊരു കാരിയർ ഇത് എടുത്തുകൊണ്ട് പോകുന്നു, പിന്നീട് വിതരണക്കാർക്ക് വിൽക്കുന്നു? ഇതാണോ രീതി? തീർച്ചയായും ടോം, ഇത് യഥാർത്ഥത്തിൽ ഒരു ആള് കൊണ്ടുവരുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ട്രെയിനിന്റെ ബർത്തുകൾക്കടിയിൽ അല്ലെ പ്ലാറ്റ്ഫോമുകളിലെ ഇരിപ്പിടങ്ങൾക്കടിയിൽ ഒരു മൂലയിൽ ഇങ്ങനെയൊക്കെയാണ് ഇത് കണ്ടെത്തുന്നത്. അതായത് CCTVകൾ ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട്, CCTV പെടാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് ഈ ഏജന്റുമാർ ഇത് ചെയ്യുന്നത്. ഇവരുടെ ഈ മാഫിയകളുടെ അംഗങ്ങൾ തന്നെ എക്സൈസിന്റെയും പോലീസിന്റെയും നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഇവർ എവിടെയൊക്കെ പോകുന്നു, എവിടെയൊക്കെ തിരിയുന്നു എന്നുള്ള നിരീക്ഷണം. വലിയൊരു മാഫിയ തന്നെ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഞ്ചാവ് എക്സൈസിന്റെയും പോലീസിന്റെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും ഈ കഞ്ചാവ് ഇവിടുന്ന് കേരളന്മാരെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ വിൽപ്പനക്കാർ വന്നെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. പലപ്പോഴും പല പ്രതികളെയും പിടിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ നടക്കുന്നത് കാരണം കൃത്യമായി പ്രതികളിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എക്സൈസ് സംഘത്തിന് ലഭിക്കുന്നില്ല. അതാണ് എക്സൈസ് വ്യാപകമായി ലഹരി സംഘങ്ങളെ പിടികൂടാൻ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥ പ്രതികളിലേക്ക് പലപ്പോഴും എത്താൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഷൊർണൂര് ഈ ലഹരിയുടെ ഒരു പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മാറുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ലഹരി ഇടപാടുകൾ ഇപ്പോൾ കൂടുതലായി നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.